ചായ കൂടി മുട്ടിക്കും മിൽമ. മിൽമ ഈ കഴിഞ്ഞ ഇടക്കാണ് വില കൂട്ടിയത്, പാലുൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂട്ടിയത്. ഇനിയും വില കൂട്ടാൻ പോവുകയാണ്. അതിലൊരു തന്ത്രം കൂടി ഉണ്ട് കേട്ടോ സാർ. കാരണം ഇപ്പൊ ഒന്നും വില കൂട്ടൂല, തിരഞ്ഞെടുപ്പുണ്ടല്ലോ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വില കൂട്ടും. എത്ര തന്ത്രപരമായിട്ടാണ് ഇവരൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ സാർ. ചതിയാണത്, ചതി. ഇപ്പൊ കൂട്ടാതെ അപ്പൊ കൂട്ടുന്നത് എന്താ? ഇപ്പൊ എപ്പോഴും കൂട്ടിയാലെന്താ? വോട്ട് കുറയും. അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തട്ടിപ്പ് ആണ് മന്ത്രി ജെ ചിഞ്ചുറാണി CPIയുടെ ചെയ്തത്. മനുഷ്യസ്നേഹം അത്രമാത്രം ഉണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം മനുഷ്യസ്നേഹത്തിൻ്റെ പറയാം. കേന്ദ്രം GST കുറച്ചു ഒട്ടുമിക്ക സാധനങ്ങളുടെയും, ഉപ്പ് മുതൽ കർപ്പൂരം വരെ. പിന്നെ വാഹനങ്ങളുണ്ട്, സാധാരണക്കാരന് അത് പ്രയോജനപ്പെടുന്നതല്ലോ. വാഹനങ്ങളുടെ വില വരെ കുറഞ്ഞു. 50,000 രൂപയ്ക്ക് അപ്പുറം കുറഞ്ഞിട്ടുണ്ട് നിസാൻ കാറുകളുടെ വില. അതുപോലെ താഴോട്ട് വന്ന് മരുന്നുകളുടെ വില കുറഞ്ഞു. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾക്ക് നമുക്ക് ചിലവ് കുറഞ്ഞു. എല്ലാത്തിൻ്റെയും ചിലവ് കുറഞ്ഞിരിക്കുകയാണ്. കർഷകൻ്റെ കാലിത്തീറ്റയുടെ വില കുറഞ്ഞു. പല വളങ്ങളുടെയും രാസവളങ്ങളുടെയും വില കുറഞ്ഞു. അങ്ങനെ എല്ലാം കർഷകന് ഉപയുക്തമാകുന്ന രീതിയിൽ വില കുറഞ്ഞു. അപ്പോൾ കർഷകൻ്റെ ഈ പശുപരിപാലനത്തിൻ്റെ ചിലവ് കുറഞ്ഞിരിക്കുക. ആ സമയത്ത് കർഷകന് വേണ്ടി എന്നുള്ള വ്യാജ കാരണത്താൽ ഈ വില കൂട്ടുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്തതാണ്. മനുഷ്യദ്രോഹം. GST കുറച്ചു. അപ്പൊ സ്വാഭാവികമായി ഇവർ ചെയ്യേണ്ടത് ഇത് വില കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്? പാലിന്റെ വില കുറയ്ക്കണം, അതിന് പകരം കൂട്ടുകയാണ്. എന്നിട്ട് ഇതിപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ വോട്ട് കുറയുമെന്ന് വിചാരിച്ച് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ KN ബാലഗോപാൽ പറഞ്ഞത് എന്താണെന്ന് അറിയോ? സാധനങ്ങളുടെ എല്ലാം വില കുറച്ച സമയത്ത് ഈ GSTയിലുള്ള കുറവ് അവർക്ക് നേരിട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം ഇങ്ങനെ വലിയ ചതിയായി പോയി ചെയ്ത GST കുറച്ചുകൊണ്ട് ഞങ്ങൾക്കുള്ള ടാക്സിൻ്റെ വിഹിതം കുറയുമെന്ന്. അപ്പൊ ഈ മനുഷ്യൻ എന്തോ ഇവർക്കുള്ള വിഹിതം കിട്ടാൻ വേണ്ടിയിരിക്കുകയാണോ? പാവങ്ങൾക്ക് ആലോചിച്ച് നോക്കണം. GST കൊണ്ടുവന്നപ്പോൾ ബാലഗോപാൽ നേരെ തിരിച്ച് ഇവര് CPM പറഞ്ഞു, ഇവര് GST കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കൂട്ടേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് മനുഷ്യസ്നേഹത്തിന്റെ പാർട്ടിയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബാലഗോപാലിൻ്റെ സ്നേഹം നമ്മൾ കണ്ടേ, ഇപ്പോൾ ജെ ചിഞ്ചുറാണിയുടെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതാണ്. അവിടെ കൊല്ലത്ത് പാവപ്പെട്ട ഒരു കുട്ടി ചെറ്റക്കുടിൽ ജീവിക്കുന്ന, അവനൊന്നും അതിദാരിദ്ര്യത്തിന് മുക്തനായിട്ടില്ല. ആ കുട്ടി മിഥുൻ അല്ലേ, മിഥുൻ എന്ന് പറയുന്ന കുട്ടി കളിച്ചുകൊണ്ടുള്ള പ്രസരിപ്പുള്ള കുട്ടി, പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കളിച്ചുകൊണ്ട് നടന്നപ്പോൾ അവൻ ആരുടെയോ ചെരുപ്പെടുത്ത് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്രൂരമായ ഇലക്ട്രിസിറ്റി ബോർഡ് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണെന്ന് പോലും ഓർക്കാതെ അവരുടെ തലയ്ക്ക് മീതെ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ തൂക്കിയിട്ട ആ വയറിൽ തട്ടി അവൻ പിടഞ്ഞു മരിച്ചു. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു ആ കൊല്ലം ജില്ലക്കാരിയായ മന്ത്രി ജെ ചിഞ്ചുറാണി? അവിടെ ആ സ്ഥലത്തിന് പുറത്ത്, തിരുവനന്തപുരത്തും അല്ല, ഏതോ സ്ഥലത്ത് സൂംബ ഡാൻസ് കളിക്കുകയായിരുന്നു. സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യസ്നേഹത്തിൻ്റെ മറ്റൊരു ഉദാത്തമായിട്ടുള്ള ഉദാഹരണം. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? ഇവരാണിപ്പോൾ വില കൂട്ടുക. കർഷകർക്ക് വേണ്ടിയാണെന്നുള്ള വ്യാജേനയാണ്. കർഷകർക്ക് ഇത് വല്ലതും കിട്ടുന്നുണ്ടോ? ഒരു കർഷകനും കിട്ടുന്നില്ല. കർഷകന് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ വില കുറയ്ക്കേണ്ടതാണ്. കാരണം എന്താണ്? മിൽമ പശു കൃഷിക്കാർ മാത്രമല്ലല്ലോ, കൃഷിക്കാരെ മറ്റുള്ളവർക്കെല്ലാം ആവശ്യമുള്ള ഒരു അവശ്യ വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ചായ. പുറത്തു പോയ പാവപ്പെട്ടവന് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഊണ് കഴിക്കാനാണെങ്കിൽ 100-100 രൂപയ്ക്ക് അപ്പുറം പോവും. കീശ അതിന് തക്ക രീതിയിലില്ല. പല കാര്യങ്ങൾക്കും കീശ ചോരുകയാണ്. അപ്പോൾ ഒരു 10 രൂപയുടെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അവനൊരു ആശ്വാസമാണ്. ഒരു ചെറുകടിയും കൂടെ ഉണ്ടെങ്കിൽ നന്നായി. വേറൊരു കാര്യം കൂടെ ഓർക്കണം, നമ്മുടെ അതിദാരിദ്ര്യാവസ്ഥ മുക്തം എന്നുള്ളതിന് മാനദണ്ഡമായിട്ട് കേരള ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 30 രൂപയാണ്. ആ 30 രൂപയ്ക്ക് ഒരു ചായയും ഒരു ചെറുകടിയും കിട്ടും, ശരിയാ. പക്ഷേ ഇനിയപ്പോൾ അത് സാധ്യമല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ അതിദാരിദ്ര്യമുക്തരല്ലാതെ ഒരുപാട് പേര് വരും. ഒരു ദിവസം ഒരു ചായയും ഒരു ചെറുകടിയും കഴിക്കുന്നവരെയാണ് ഈ അതിദാരിദ്ര്യമുക്തർ എന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത് എന്തൊരു മാനദണ്ഡമാണ്. ഒരു ചായയും ഒരു ചെറുകടിയും കടിച്ചാൽ 30 രൂപ അത്രയല്ലേ ഉള്ളൂ. ദിവസം 30 രൂപ വരുമാനമാണ് ഇതിൻ്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കി വെച്ചിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. സത്യത്തിൽ കണ്ണിച്ചോരയില്ല എന്ന് പറയണ്ടേ? കണ്ണിച്ചോര. ഇതിന് താഴെയുള്ളവരുണ്ടെന്നേ, ഈ 30 രൂപ പോലും കിട്ടാത്തവരുണ്ട്. അവരായിരിക്കാം ഒരു പക്ഷേ പെൺകുട്ടികളും ഒക്കെ വന്ന് നമ്മുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നത്. പെൺകുട്ടികൾ മദ്യപിക്കാനും ബാറിൽ പോകാനും ആയിരിക്കില്ലല്ലോ. ആണുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാം.
എല്ലാം ശരിയാവണമെന്നില്ല. കൊച്ചു കുട്ടികൾ പോലും വിശന്ന് പിടയ്ക്കുന്നത് ഈ എറണാകുളം നഗരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പാങ്ങില്ലാതെ കഴിയുന്നവരുണ്ട്. അത് പറയുന്നത് ആശ്രയ എന്നൊരു പദ്ധതി പ്രകാരം അതിൻ്റെ കിലയുടെ കീഴിലുള്ള പദ്ധതിയാണ് ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്. അതിൻ്റെ വോളണ്ടിയർമാർ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് പറയുന്നത്. പൊതിച്ചോറ് കണ്ടപ്പോൾ ഇവരാരാണെന്ന് പോലും തിരിച്ചറിയാതെ അവർ ഞെട്ടി തരിച്ചു നിൽക്കുന്നു. വിദ്യാഭ്യാസമില്ല, റേഷൻ കാർഡില്ല, യാതൊന്നുമില്ല. ചോറാണെന്ന് കണ്ടപ്പോൾ ആർത്തിയോടെ അവർ വാങ്ങുന്നത്. ഗാസയിലെ അഭയാർത്ഥികൾ വിദേശത്തു നിന്നുള്ള ട്രക്കുകളുണ്ടല്ലോ ആഹാര സാധനങ്ങളുമായിട്ട് വരുന്നത്, അത് കാണുമ്പോൾ പായുന്ന രീതിയിലാണ് പാഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. നെഞ്ചുപൊട്ടിപ്പോയി അത് വായിച്ചപ്പോൾ. കിലയിൽ ഞാനും ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് അന്ന് പോയിരുന്നത്. PP ബാലനായിരുന്നു നല്ല അഡ്മിനിസ്ട്രേറ്ററും. പക്ഷേ ഇവർ വെച്ചിരിക്കുന്ന മാനദണ്ഡം നോക്കൂ. നിങ്ങളൊരു ചായ ഒരു വടയും കൊണ്ട് കിലയുടെ ഏതെങ്കിലും ജീവനക്കാരൻ കഴിയുമോ? മുഖ്യമന്ത്രി കഴിയുമോ? ആരെങ്കിലും കഴിയുമോ? സർ, ഭിക്ഷയ്ക്കിരിക്കുന്നവർ ഏതൊരു അവസ്ഥയിലാണ് അവർ നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അവർക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു ദിവസം 30 രൂപ കിട്ടുന്നുണ്ടാവും. ഒരു പക്ഷേ ആ ഒരു 30 രൂപ കൊണ്ട് അവർക്ക് ജീവിച്ചു പോകാൻ കഴിയുമോ? അതല്ല, ആ 30 രൂപ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു സാധാരണ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ കഴിയുന്ന പെൺകുഞ്ഞുങ്ങളെ അടക്കം കൊണ്ട് കഴിയുന്ന കേരളമാണിത്. ലൈഫ് പദ്ധതി എന്ന് പറയുന്ന വളരെ നിർജീവമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയാലും സ്വന്തമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം നിന്ന് പോയൊരു പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയിൽപ്പെട്ടവർക്ക് പോലും വീട് വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെ കഴിയുന്നില്ല. വെറും 30 രൂപ മാനദണ്ഡത്തിൽ ഒരു ദിവസം ഒരാൾ ഒരു ഗ്ലാസ് ചായയും ഒരു ചെറുകടിയും കഴിച്ചാൽ മതി എന്നുള്ള മാനദണ്ഡത്തിലേക്ക് ഇവരെത്തുമ്പോൾ കില പറഞ്ഞു സമ്മതിച്ചു. എന്തർത്ഥത്തിലാണ് ഈ മന്ത്രിസഭ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇത് അംഗീകരിച്ചു കൊടുക്കുന്നത്? ഇതല്ല മാനദണ്ഡം, ഇത് ഇങ്ങനെയല്ല ഇവിടുത്തെ ശരിയായ രീതി എന്ന് പറയുന്നത്. പ്രതിത പറഞ്ഞത് ശരിയാണ്. CPIയുടെ മന്ത്രിയാണ് ചിഞ്ചുറാണി. ഈ ബിനോയ് വിശ്വം എന്താ പറയാത്ത, ഇത് കൂട്ടരുതെന്ന് പറയാത്ത പാവങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ RSS വരുമെന്ന് പറഞ്ഞാണല്ലോ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുതെന്ന് പറഞ്ഞത്. അത് പൊളിഞ്ഞു, അത് വേറെ കാര്യം. നിങ്ങൾ തോറ്റു, CPM ജയിച്ചു. അതാണിപ്പോൾ സംഭവിച്ചത്. 92 കോടി ഇന്ന് കേരളം വാങ്ങിച്ചതോടുകൂടി, സ്വീകരിച്ചതോടുകൂടി. പക്ഷേ ചിഞ്ചുറാണി നിങ്ങളുടെ മന്ത്രിയാണല്ലോ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലേ? മിൽമയുടെ പാലിൻ്റെ വില കൂട്ടരുതെന്ന് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. പിന്നെ ഒരു ചതിയും കൂടി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. അതാണ് സങ്കടപ്പെടുത്തുന്നത്. ഞങ്ങളിപ്പോൾ കൂട്ടില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്ന് സംഭവം എന്തെന്നറിയാമോ? മിസ് മാനേജ്മെൻറ്റിൻ്റെ പര്യായമാണ് ഇവരുടെ കീഴിലുള്ള മിൽമ. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയുടെ കീഴിൽ മിസ് മാനേജ്മെൻറ്റിൻ്റെ പര്യായമായിരിക്കുന്നത്, അതുപോലെയാണ് മിൽമ. മിൽമയിലെ ആൾക്കാരുടെ ശമ്പളം കേട്ടിട്ടുണ്ടോ? അവർ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ടോ? മിൽമ കെട്ടിടം കംപ്ലീറ്റ് AC ആണ്, അതറിയാമോ? ഈ AC-ക്കകത്തിരുന്നുകൊണ്ട് ഭരണം നടത്തുകയാണ് അവർ കർഷകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവാണിത് മുഴുവൻ, അല്ല കർഷകൻ്റെ ചിലവല്ല. കർഷകൻ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് പാൽ വയ്ക്കാൻ തയ്യാറാകും. പക്ഷേ മിൽമ അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ വില പല മടങ്ങ് കൂടുതലായിട്ട് വരുന്നത്. മിൽമ ഇടയ്ക്കുള്ള ഒരു ദല്ലാളാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. സൊസൈറ്റികൾ വഴി വരുമ്പോൾ നമുക്കറിയാം കുറച്ച് പടിപടിയായിട്ട് ചിലവ് കൂടും. ഈ മിൽമ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉന്നത അധികാരികൾ അവരുടെ സുഖലോലുപമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണമാണ് ഈ ചായയ്ക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഈ പണം. ബിനോയ് വിശ്വം ഒരു മനുഷ്യസ്നേഹിയാണെന്നാണല്ലോ പറയുന്നത്. താങ്കൾ ഉത്തരവാദിത്വമുള്ള ഒരു CPIക്കാരനാണെങ്കിൽ ഈ വില കൂട്ടരുത്. ഭാരം GST കുറഞ്ഞ സാഹചര്യത്തിൽ അവൻ്റെ വില കുറയ്ക്കുകയാണ് വേണ്ടത്. പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അതാ. അല്ല PM ശ്രീ പദ്ധതി മുടക്കിക്കൊണ്ട് കേരളത്തിന് കിട്ടുന്ന വരുമാനം ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്. പാവങ്ങളുടെ ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ പാവങ്ങളുടെ പാർട്ടിയാണെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.